ഒരു കാര്യം ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞിങ്ങനെ മാറ്റി വയ്ക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ അധികം പേരും. അതായത് ഇതിന് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പഠിക്കുന്നതിലുപരി അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കാം. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പണി കിട്ടുകയാണെന്ന് വയ്ക്കാം. അത് നിങ്ങൾ സ്വയം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ വേറൊരാളുടെ തലയിലിടുന്നതാണോ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത്? ഓഫ് കോഴ്സ് നമുക്ക് വേറൊരാളുടെ തലയിലിടുന്നതാണ് അല്ലേ. അതായത് നമുക്കത് ചെയ്യണ്ട, വേറൊരാൾ ചെയ്തോളും, അവൻ ചെയ്തോളും എന്നുള്ള രീതിയിൽ അവൻ്റെ തലയിലിടുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. സോ ഈ ഒരു സെയിം സംഭവമാണ് നമ്മൾ ഈ ഫ്യൂച്ചർ സെൽഫിനോട് നമ്മൾ പറയുമ്പോഴും സംഭവിക്കുന്നത്. അതായത് നാളെ ഞാനിത് ചെയ്യും, അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനിത് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ സെയിം കാര്യമാണ്. അതായത് ഈ ഫ്യൂച്ചർ സെൽഫ് എന്നുള്ളത് നമ്മളൊരു സ്ട്രേഞ്ചർ എന്നൊരു രീതിയിലാണ് നമ്മുടെ ബ്രെയിൻ എടുക്കുന്നത്. സോ ആ ഒരു സംഭവം അവരുടെ തലയിലേക്ക് ഇടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ അവനെ ബ്ലെയിം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത്. ഇതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്യൂച്ചർ സെൽഫിനെ ഒരു സ്ട്രേഞ്ചറായി കാണാതെ സ്വയമായിട്ട് അല്ലെങ്കിൽ ഒരു സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണാൻ ശ്രമിക്കുക. അതായത് ഇന്ന് ഞാനിത് തീർത്ത് കഴിഞ്ഞാൽ നാളെ അവന് കുറച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ നാളെ വേറൊരു പണി ചെയ്യാം. സോ അങ്ങനെ ചിന്തിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് പ്രോക്രാസ്റ്റിനേഷൻ മാറ്റാൻ പറ്റൂ.